بسم الله الرحمن الرحيم القارعة ما القارعة وما أدراك ما القارعة يوم يكون الناس كالفراش المبثوث وتكون الجبال كالعهن المنفوش فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളെ സൂക്ഷിച്ചു പാലിച്ച് ജീവിതം ക്രമീകരിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരോടും ദീനിന്റെ പേരിൽ ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് ഈ മിമ്പറിൽ നമ്മളൊരു ഖുതുബയായി കേൾക്കുകയുണ്ടായത്. സച്ചരിതരായ നമ്മുടെ മുൻഗാമികളുടെ ചരിതങ്ങളെ എടുത്തുദ്ധരിച്ചുകൊണ്ടുള്ള ഒരു അവതരണമാണ് ഇന്ന് നമ്മൾ കേൾക്കുകയുണ്ടായത്. ഖതീബ് ഉണർത്തിയതുപോലെ നമ്മളുടെ ജീവിതം ആത്മീയമായി ദീനീപരമായി ചിട്ടപ്പെടുത്തുവാൻ പൂർവികരുടെ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ചരിത്രം പഠിക്കുമ്പോൾ മാത്രമാണ് സച്ചരിതരായ നമ്മളുടെ മുൻഗാമികളുടെ ചരിത്രത്തിൽ നമുക്ക് ഏറെ പഠിക്കുവാനുണ്ട്. യഥാവിധം രേഖപ്പെടുത്തപ്പെട്ട പ്രസ്തുത ചരിത്രങ്ങൾ എമ്പാടുമാണ്. അതുകൊണ്ട് വിശ്വാസികൾ മഹത്തുക്കളുടെ ചരിത്രം ഓതി അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം ക്രമപ്പെടുത്താൻ ശ്രമിക്കേണ്ടതുണ്ട്. ഇന്ന് നമ്മൾ കേട്ടത്
ഭയപ്പാടിന്റെ വിഷയത്തിൽ, പടച്ച റബ്ബിനെ പേടിക്കുന്ന വിഷയത്തിൽ സച്ചരിതരുടെ ചരിത്രം എന്തായിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ പൂർവികർ അള്ളാഹുവിനെ, അന്ത്യനാളിനെ ഭയന്നുകൊണ്ട് ജീവിച്ചതിനാൽ അവർ എങ്ങനെയായിരുന്നു, അവരുടെ വാക്കുകൾ എപ്രകാരമായിരുന്നു, അതിന്റെ ഉദാഹരണങ്ങളാണ് നമ്മൾ കേൾക്കുകയുണ്ടായത്. നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ അഖ്ശന്നാസ്, ആളുകളിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ഭയന്ന് ജീവിച്ച വ്യക്തിത്വമായിരുന്നു. അത്ഖാഹും ലില്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹുവിൽ തഖ്വയുള്ളവരായി കഴിഞ്ഞവരിൽ ഏറ്റവും വലിയ നല്ല സൂക്ഷ്മാലു അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു. അങ്ങനെയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിൽ ചില സംഭവങ്ങൾ. ഒന്ന് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രാവുകളെ കണ്ടറിഞ്ഞ ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹ ആ രാവിൽ നിന്നുള്ള ഒരു ദൃശ്യമാണ് പകർത്തുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രിയിൽ ഏറെ നേരം ഖിയാമുൽ ലൈൽ നമസ്കരിക്കുമായിരുന്നു, രാത്രി നമസ്കാരം നിർവഹിക്കുമായിരുന്നു. അത് പലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലുകളിൽ നീരുകെട്ടും വിധം നീണ്ട നൃത്തവും ഖുർആൻ പാരായണവും ആയിരുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹ തരുണത്തിൽ തിരുനബിയോട് ചോദിക്കുകയാണ്, പ്രവാചകരെ, നിങ്ങൾ ഇപ്രകാരം നമസ്കരിക്കുന്നു, നിങ്ങളാകട്ടെ കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതും പൊറുക്കപ്പെട്ട പ്രവാചകനാണ്. ഇത്തരുണത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതികരണം, അഫല അകൂൻ അബ്ദൻ ശകൂറ, ഞാൻ നന്ദി കാണിക്കുന്ന ഒരു ദാസനാകേണ്ടതില്ലേ, അല്ലെങ്കിൽ ഞാൻ നന്ദി കാണിക്കുന്ന ഒരു ദാസനായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ രാത്രി നമസ്കാരം അതെന്തിനാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ നമുക്ക് നിവേദനം ചെയ്തു തന്നത്? അല്ലാഹുവിലുള്ള പേടിയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ രാവുകളെ ചെലവഴിച്ചിരുന്നു എന്നുള്ളത് പഠിക്കാനാണ്. തതജാഫ ജുനൂബുഹും അനിൽ മദാജിഇ ഖൗഫൻ വതമാ. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ വിഷയത്തിൽ പറഞ്ഞില്ലേ, സ്വർഗം അനന്തരമെടുക്കുന്ന, സ്വർഗം പ്രതിഫലമായി വാങ്ങുന്നവരുടെ വിഷയത്തിൽ അവർ പേടിയാലും പ്രതീക്ഷയാലും കിടപ്പറകളിൽ നിന്ന് വിട്ടകന്ന് തതജാഫ ജുനൂബുഹും അനിൽ മദാജിഇ യദൂന റബ്ബഹും ഖൗഫൻ വതമാ. അല്ലാഹ് തങ്ങളുടെ റബ്ബിനോട് അവർ ദുആയിരക്കുന്നവരായിരുന്നു, പ്രാർത്ഥിക്കുന്നവരായിരുന്നു. അങ്ങനെയുള്ള ദാസന്മാരുടെ മാതൃകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ രാവുകളെ ചെലവഴിച്ചതിന്റെ ഉദാഹരണമാണ് ഇതിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇതൊരു ചരിത്രം മാത്രമല്ല. അബ്ദുല്ലാഹ് ഇബ്നു ഷഖീർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള മറ്റൊരു റിപ്പോർട്ട് നമ്മൾ കേൾക്കുകയുണ്ടായി. അബ്ദുല്ലാഹ് ഇബ്നു ഷഖീർ പറയുകയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ചെന്നു. അപ്പോൾ തിരുനബി നമസ്കരിക്കുകയായിരുന്നു. അപ്പോൾ വലിജൗഫിഹി അസീസുൻ കഅസീസിൽ മിർജൽ മിനൽ ബുക. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉള്ളിൽ നിന്ന്
ഒരു ശബ്ദമാണ്. ആ ശബ്ദം അസീസിൽ മിർജൽ, ചട്ടിയിൽ എണ്ണ അല്ലെങ്കിൽ വെള്ളം തിളക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം പോലെയാണ്. പക്ഷേ പ്രസ്തുത ശബ്ദം മിനൽ ബുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കരച്ചിൽ നിമിത്തമായിരുന്നു എന്നാണ് അബ്ദുല്ലാഹ് ഇബ്നു ഷഖീർ പറയുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിക്കുകയാണ്, നമസ്കരിക്കുമ്പോൾ കരയുകയാണ്. ആ കരച്ചിലിന്റെ ശബ്ദമാണ് ഈ രീതിയിൽ അബ്ദുല്ലാഹ് ഇബ്നു ഷഖീർ റളിയല്ലാഹു തആല അൻഹു രേഖപ്പെടുത്തുന്നത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു മറ്റൊരു ചരിത്രം ഉദ്ധരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ ഖുർആൻ പാരായണം ചെയ്യുവാൻ ആവശ്യപ്പെടുകയുണ്ടായി. ഇഖ്റ അലൈ, എനിക്ക് ഖുർആൻ ഓതിത്തരൂ. അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രതികരിച്ചു, അഖ്റഉ അലൈക വ അലൈക ഉൻസിൽ, പ്രവാചകരെ താങ്കൾക്ക് ഞാൻ ഓതിത്തരുകയോ? നിങ്ങളുടെ മേലല്ലേ ഈ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മറ്റുള്ളവർ ഓതുന്നത് കേൾക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു സൂറത്തുൻ നിസാ പാരായണം ചെയ്യുകയുണ്ടായി. അങ്ങനെ വിശുദ്ധ ഖുർആനിൽ ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിനാ ബിക അലാ ഹൗലായി ഷഹീദ എന്ന ആയത്ത് ഞാൻ ഓതുകയുണ്ടായി. വജിനാ ബിക അലാ ഹൗലായി ഷഹീദ, ഈ മുസ്ലിം ഉമ്മത്തിനെതിരിൽ പ്രവാചകരെ താങ്കളെ സാക്ഷികളായി കൊണ്ടുവരപ്പെട്ടാൽ എങ്ങനെയായിരിക്കും എന്നർത്ഥം വരുന്ന ആ വചനമെത്തിയപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഒരു ശബ്ദം കേട്ടതിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഫഇദാ ഐനാഹു തദ്രിഫാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഇരു കണ്ണുകളും നിറഞ്ഞൊലിക്കുന്നതാണ് കാണുകയുണ്ടായത് എന്നാണ്. അപ്പോൾ നമസ്കരിക്കുമ്പോൾ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയുകയാണ്. എന്തുകൊണ്ട്? അള്ളാഹുവിനെ ഭയന്ന്, അന്ത്യനാളിനെ ഭയന്നുകൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു തിരുനബിയുടേത് എന്നുള്ളതിനാൽ. ഇതേപോലെയാണ് സഹാബത്തിന്റെയും ചരിത്രങ്ങൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത്. ഇബ്നു അബി മുലൈക എന്ന് പറയുന്നത് താബിഈങ്ങളിൽ നേതാവാണ്. ഇബ്നു അബി മുലൈക റഹിമഹുല്ല പറയുകയാണ്, അദ്റക്തു 30 മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ സഹാബികളിൽ 30 പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. താബിഈങ്ങളാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടുണ്ടാവില്ല, പിന്നെ സഹാബികളെ കണ്ടവർക്കാണ് താബിഈ എന്ന് പറയാം. ഇബ്നു അബി മുലൈക റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സഹാബികളിൽ 30 പേരെ കണ്ടിട്ടുണ്ട്. എന്നിട്ട് അവരുടെ പ്രത്യേകത പറയുകയാണ്, കുല്ലുഹും കാനൂ യഖാഫൂന അലാ അൻഫുസിഹിമുൻ നിഫാഖ്, ഈ സഹാബികൾ എല്ലാവരും തങ്ങളുടെ മേൽ നിഫാഖിനെ ഭയന്നിരുന്നു, കാപട്യം ഭയന്നിരുന്നു. ആരും പൂർണ്ണനാണെന്ന് നടിച്ച് ജീവിച്ചിരുന്നില്ല. അള്ളാഹുവിൽ രക്ഷപ്പെടുമെന്ന നിർഭയത്വത്തിൽ ആരും കഴിഞ്ഞിരുന്നില്ല. എല്ലാവർക്കും പേടിയായിരുന്നു. തങ്ങൾക്ക് കാപട്യമുണ്ടോ എന്നത് അവർ ഭയന്നിരുന്നു എന്നാണ് ഇബ്നു അബി മുലൈക റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് സഹാബികളുടെ വിഷയത്തിൽ. അങ്ങനെയുള്ള സഹാബത്തിന്റെ ചരിത്രത്തിൽ ഏതാനും ഉദാഹരണങ്ങൾ നമ്മൾ കേൾക്കുകയുണ്ടായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന്റെ പ്രത്യേകത തന്നെ, അദ്ദേഹം ലോല മനസ്കനായിരുന്നു, മൃദുല പെരുമാറ്റത്തിന്റെ വാക്താവുമായിരുന്നു. ഒരു മനുഷ്യനായി പിറക്കാതെ ഒരു മുസ്ലിമായ ദാസന്റെ ശരീരത്തിൽ ഒരു രോമമായിരുന്നു ഞാനെങ്കിൽ എന്ന് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പറയാറുണ്ടായിരുന്നു. അദ്ദേഹം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്താൽ കരച്ചിൽ നിമിത്തം അദ്ദേഹത്തിന്റെ പാരായണം തെളിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ രോഗിയായി കിടന്നപ്പോൾ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനെ റസൂലുള്ളാഹിക്ക് പകരം ഇമാമായി നിശ്ചയിച്ച് അബൂബക്കറിനോട് അത് കൽപ്പിക്കുവാൻ പറഞ്ഞപ്പോൾ ആയിഷ ഉമ്മ വിസമ്മതിക്കുകയുണ്ടായി. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൾ ആയിഷ റളിയല്ലാഹു തആല അത് വിസമ്മതിക്കുകയാണ്. വാപ്പയെ ഇമാമത്ത് നിർത്തേണ്ട താങ്കൾക്ക് പകരമായിട്ട്. കാരണം നമസ്കാരത്തിൽ അദ്ദേഹം കരയുകയും അത് മറ്റുള്ളവർക്ക് ക്ലേശകരമാവുകയും ചെയ്യും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും വീണ്ടും
യഅബല്ലാഹു വറസൂലുഹു ഇല്ലാ അബൂബക്കർ, അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും അബൂബക്കറിനെ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്, അബൂബക്കർ അല്ലാത്തവരുടെ വിഷയത്തിൽ വിസമ്മതമാണ് ഉള്ളതെന്ന് പറഞ്ഞ് വീണ്ടും ഉണർത്തുകയും അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഇമാമത്തിന് വേണ്ടി നിർബന്ധിക്കുകയുമാണ്. ഇവിടെ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ വാപ്പയോട് അത് പറയുവാൻ, വാപ്പയെ ഇമാമായി നിശ്ചയിക്കുവാൻ വിസമ്മതിക്കുവാൻ കാരണം അദ്ദേഹം നമസ്കരിക്കാൻ നിന്നാൽ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്താൽ പേടി കാരണത്താൽ അദ്ദേഹം കരയുമായിരുന്നു എന്നുള്ളതാണ്. ഫാറൂഖ് ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ ചരിത്രം ഏവർക്കും അറിയാം. വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ അദ്ദേഹം ഏറെ സ്വാധീനിക്കപ്പെടുമായിരുന്നു. അത് അദ്ദേഹത്തിൽ കരച്ചിലുണ്ടാക്കുമായിരുന്നു. കരുത്തനായ ഉമറിനെ വിശുദ്ധ ഖുർആൻ വചനങ്ങൾ പിടിച്ചു നിർത്തിയിരുന്നു. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് തൂറിലെ ഏതാനും ആയത്തുകൾ കേൾക്കുകയുണ്ടായ ഉമർ രോഗിയായി മാറിയ ചരിത്രം കാണുവാൻ സാധിക്കും. ഇന്ന അദാബ റബ്ബിക ലവാഖിഅ, താങ്കളുടെ റബ്ബിന്റെ ശിക്ഷ അത് ഭവിക്കുക തന്നെ ചെയ്യുമെന്നർത്ഥം വരുന്ന വചനം കേട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ രോഗിയായി മാറി എന്നാണ്. അദ്ദേഹം വീട്ടിലേക്ക് വഹിക്കപ്പെടുകയാണ്. ഒരു മാസക്കാലം അദ്ദേഹത്തെ ആളുകൾ രോഗസന്ദർശനം നടത്തി. എന്ത് കാരണത്താലാണ് ഉമറിന് രോഗം വന്നതെന്ന് ആർക്കും അറിയില്ലായിരുന്നു എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നത്. ഉമർ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ പ്രവാചകന്റെ മിഹ്റാബിൽ ജനങ്ങൾക്ക് ഇമാമത്ത് നിന്ന് സുബഹി നമസ്കരിക്കുമ്പോഴാണ് അബൂലുഅത്ത് എന്ന് പറയുന്ന മജൂസി നീചൻ ഉമറിനെ കുത്തി വീഴ്ത്തുകയുണ്ടായത്. ആ അപകടത്തിലാണ് ഉമർ ഷഹീദാകുന്നത്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് ഏറെ കുത്തുകളേറ്റു. അദ്ദേഹത്തിന്റെ അടിവയർ പിളർക്കുമാറ് ശത്രു അദ്ദേഹത്തെ തന്റെ കയ്യിലുണ്ടായിരുന്ന കടാര കൊണ്ട് പരിക്കേൽപ്പിച്ചു. ഉമർ ദീനത്തിൽ കിടക്കുകയാണ്. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഉമറിന് നേരെ പലരും സമാശ്വാസത്തിന്റെ വാക്കുകളുമായി, സന്തോഷിപ്പിക്കുന്ന മൊഴികളുമായി കടന്നു വരികയുണ്ടായി. അതിൽ ഇബ്നു അബ്ബാസിന്റെ സാന്നിധ്യം ഏറെ ശ്രദ്ധേയമായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു വരുമ്പോൾ ഉമർ ഏറെ ദീനത്തിൽ കിടക്കുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അമീറുൽ മുഅ്മിനീൻ ഉമറിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, അമീറുൽ മുഅ്മിനീൻ അബ്ശിർ ബിൽ ജന്ന, ഉമർ നിങ്ങൾക്ക് സ്വർഗമുണ്ട്, നിങ്ങൾ സന്തോഷിക്കുക. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പലതവണ ഉമറിന് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചത് അറിയുന്ന ഇബ്നു അബ്ബാസ് അതുകൊണ്ടാണ് സുവിശേഷം പറയുന്നത്. ഈ സമയത്ത് ഉമർ റളിയല്ലാഹു തആലയുടെ പ്രതികരണം എന്താണ്? ഇബ്നു അബ്ബാസ് പറയുകയാണ്, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിൽ വിശ്വസിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സഹവസിച്ചു, പ്രവാചകനോടൊപ്പം എല്ലാ സന്ദർഭങ്ങളിലും നിങ്ങൾ ഒത്തുനിൽക്കുകയുണ്ടായി. അവസാനം നിങ്ങൾക്ക് ഖിലാഫത്ത് ലഭിച്ചു. നിങ്ങൾ നീതിപൂർവകമായിട്ടാണ് ഭരണം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അമീറുൽ മുഅ്മിനീൻ സ്വർഗം കൊണ്ട് സന്തോഷിക്കുക എന്ന് പറയുമ്പോൾ ഉമർ റളിയല്ലാഹു തആല പറയുന്നത്, യാ ലൈതനി നജഹ്തു ബിൽ കഫാഫ്, ഞാൻ കഫാഫ് കൊണ്ട് രക്ഷപ്പെട്ടിരുന്നുവെങ്കിൽ എന്ന്. വദിത്തു ലൗ അന്നി നജഹ്തു കഫാഫ, കഫാഫ് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. കഫാഫ് എന്ന് പറഞ്ഞാൽ ലാ ലി വലാ അലൈ, എനിക്കൊന്നും വേണ്ടതില്ല, എനിക്കെതിരിലും ഒന്നും വേണ്ടതില്ല, ആ നിലയിലെങ്കിലും ഞാൻ രക്ഷപ്പെട്ടിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ് എന്നാണ് ആ സന്ദർഭത്തിൽ അമീറുൽ മുഅ്മിനീൻ പറയുന്നത്. കാരണം അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന നാളിനെ കുറിച്ചുള്ള ഭയപ്പാടായിരുന്നു ഉമറിനെ ആ സന്ദർഭത്തിൽ ഭരിച്ചിരുന്നത് എന്നതാണ്. തന്റെ മടിയിലേക്ക് തന്റെ തല മകൻ അബ്ദുള്ള ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിന്റെ മടിയിലേക്ക് എടുത്തു വെച്ചു. വാപ്പ വീണ് കിടക്കുകയാണ്, മണലിലുമാണ് കിടന്ന് ഉരുളുന്നത്. ഈ സമയം മകൻ പ്രയാസപ്പെടുകയാണ്. കവിളും തലയും നിലത്തൊരതുന്ന ഉമറിന്റെ രംഗം കണ്ടപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ ആ തലയെടുത്ത് തന്റെ മടിയിൽ വെക്കുകയുണ്ടായി. ഈ സമയം ഉമർ പറയുകയാണ്, എന്റെ തല നിലത്തേക്ക് ഇറക്കി വെക്കുക. യാ വൈലി വൈല ഉമ്മി ഇല്ലം യഗ്ഫിറില്ലാഹു ലി, എനിക്ക് നാശം,
അള്ളാഹു എനിക്ക് പുറത്തു തന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞായിരുന്നു ഉമർ റളിയല്ലാഹു തആല അൻഹു മകനോട് ഇപ്രകാരം പറഞ്ഞത് എന്ന് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. അള്ളാഹു പുറത്തു തരികയില്ലേ എന്ന പേടിയായിരുന്നു ഉമറിന് ആ സന്ദർഭത്തിലും ഉണ്ടായത് എന്നുള്ളതാണ്. ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ ചരിത്രം ഇസ്ലാമിൽ ഏറെ ശ്രദ്ധേയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാഹിബ് സിറാണ് ഹുദൈഫ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില രഹസ്യങ്ങൾ സൂക്ഷിക്കുവാൻ ഹുദൈഫയെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ രഹസ്യങ്ങളുടെ കൂട്ടത്തിൽ ഒരു രഹസ്യം കപടവിശ്വാസികളുടെ പേരുകൾ അത് ഹുദൈഫയെ അറിയിച്ചിരുന്നു. ഇന്നിന്ന വ്യക്തികൾ കപടവിശ്വാസികളാണ് എന്നുള്ളതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നത്. അപ്പോൾ ഹുദൈഫക്കറിയാം ആരാണ് കപടവിശ്വാസികൾ എന്നുള്ളത്. അത് അബൂബക്കറിനും ഉമറിനും പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. ഉമർ അമീറുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹു ഹുദൈഫയെ സമീപിച്ചിട്ട് ചോദിക്കുമെന്നാണ് അള്ളാഹുവെ മുൻനിർത്തി, ഹുദൈഫ, ഞാൻ നിന്നോട് ചോദിക്കുന്നു, താങ്കളോട് ചോദിക്കുന്നു, കപടവിശ്വാസികളുടെ പേരുകൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾക്ക് അറിയിച്ചപ്പോൾ അതിൽ എൻ്റെ പേരുണ്ടോ എന്നാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചിരുന്നത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പേടി, ആ പേരുകളുടെ കൂട്ടത്തിൽ എൻ്റെ പേരുണ്ടോ എന്ന് അമീറുൽ മുഅ്മിനീൻ ഉമർ ചോദിക്കുകയാണ്. പറയുമ്പോൾ ഉമർ ആരാണ്? ഉമറിന്റെ മഹത്വം എത്രയാണ്, ഉമറിന്റെ വലിപ്പം എത്രയാണ്, ഉമർ ചെയ്ത സേവനങ്ങളും ഉമറിന്റെ അധ്വാനങ്ങളും ഉമർ നിർവഹിച്ചതായ പുണ്യപ്രവൃത്തികളും എത്രയാണ്. അതൊക്കെ ഉണ്ടായിട്ടും ഉമർ വഞ്ചിതനായില്ല. ഉമർ വലിപ്പം നടിക്കുകയും ചെയ്തില്ല. ഉമർ തികഞ്ഞ പേടിയിലും ഭയത്തിലുമായിരുന്നു ഈ ദുനിയാവിന്റെ പരപ്പിൽ ജീവിച്ചിരുന്നത് എന്നാണ്. അമീറുൽ മുഅ്മിനീൻ ദിന്നുറൈൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലയുടെ ചരിത്രവും ഇപ്രകാരം തന്നെയാണ് രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നത്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലാന്റെ മൗല ഹുംറാൻ എന്ന് പറയുന്ന വ്യക്തി ഉസ്മാനുമായി ബന്ധപ്പെട്ട ചരിത്രം രേഖപ്പെടുത്തിയപ്പോൾ ഉസ്മാൻ പേടിച്ച് കരയുന്നതിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഖ്ബറകൾ സന്ദർശിക്കുന്ന, ഖബറുകൾ സന്ദർശിക്കുന്ന ഉസ്മാൻ ഖബറുകളുടെ ഓരങ്ങളിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുമെന്നാണ്. അപ്പോൾ ഉസ്മാനോട് പറയും, സ്വർഗത്തെക്കുറിച്ച് പറയപ്പെടുന്നു, നരകത്തെക്കുറിച്ച് പറയപ്പെടുന്നു, അപ്പോഴൊന്നും കരയാത്ത താങ്കൾ എന്തിനാണ് ഖബറിന്റെ വക്കിൽ നിന്ന് കരയുന്നത്? അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ ഇപ്രകാരം കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കരയുന്നത്. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? അൽ ഖബ്റു അവ്വലു മനാസിലിൽ ആഖിറ ഫഇൻ നജാ മിൻഹു ഫമാ ബഅദഹു ഐസറു മിൻ ഫഇൻ ലം യൻജ മിൻഹു ഫമാ ബഅദഹു അശദ്ദു മിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഖബർ? പരലോകത്തിന്റെ പ്രഥമ ഘട്ടമാണ്, ആദ്യ പടിയാണ്, ആദ്യ വീടാണ്. ഖബറിൽ നിന്ന് രക്ഷപ്പെട്ടവർക്ക് ശേഷമുള്ളതെല്ലാം എളുപ്പമാണ്, ഖബറിൽ നിന്ന് രക്ഷപ്പെടാത്തവർക്ക് ശേഷമുള്ളതെല്ലാം കഠിനമാണ്. അതുകൊണ്ട് ഖബറിലെ രക്ഷയാണ് പ്രധാനം. ഖബർ ചെന്ന് കിടക്കാനുള്ള ഇടമാണ്. ഖബറിലൂടെ ഇല്ലാതെ, ബർസഖിലൂടെ ഇല്ലാതെ പരലോകത്തേക്കായിരിക്കും ഒരു യാത്ര പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ആ ഘട്ടത്തെ ഓർത്തുകൊണ്ട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു കരയുന്നത്. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ, ആ ചരിത്രം രേഖപ്പെടുത്തിയവർ അദ്ദേഹത്തിന്റെ ജീവിതം ഉണർത്തിയപ്പോൾ അദ്ദേഹം ദുനിയാവിനെ വിളിച്ച് ദുനിയാവിന്റെ പ്രത്യേകതകൾ എണ്ണി കരഞ്ഞുകൊണ്ട് തന്റെ വരികൾ പറഞ്ഞത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദുനിയാവിനെ വിളിച്ചുകൊണ്ട് പറയുന്നത്, ദുനിയാവ്, ഭൗതിക ലോകമേ, ഞാൻ നിന്നെ മൂന്നും ചൊല്ലിയിരിക്കുന്നു, നിന്നെ ഞാൻ തലാഖ് ചൊല്ലി ഒഴിവാക്കിയിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, നിന്റെ പകിട്ടുമായി, നിന്റെ അലങ്കാരങ്ങളുമായി നീ എൻ്റെ മുന്നിൽ വരികയാണ്. ഞാൻ നിന്നിൽ വഞ്ചിതനായി. നീ ആകട്ടെ ആയുസ് കുറഞ്ഞ ദുനിയാവാണ്.
ആയുസ് കുറഞ്ഞ നിന്നിൽ മുഴുവൻ അലങ്കാരങ്ങളും ചമൽക്കാരങ്ങളുമായി എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഞാൻ വഞ്ചിതനായി. ഞാൻ നീണ്ട പ്രതീക്ഷയിൽ നിന്നിൽ വിശ്വസിച്ചു. അതിനാൽ എന്റെ യാത്ര വളരെ നീണ്ട യാത്രയാണ്. നിന്നിൽ വിശ്വസിച്ചതിനാൽ, നീ വഞ്ചിച്ചതിനാൽ എന്റെ യാത്രയിൽ എന്റെ പാതയം പറ്റ കുറഞ്ഞു പോയിരിക്കുന്നു. കുറഞ്ഞ പാതയത്തിൽ നീണ്ട യാത്രയാണ് എനിക്കുള്ളത്. അതിന് കാരണം ദുനിയാവേ നീയാണ്. അതുകൊണ്ട് ദുനിയാവേ ഞാൻ നിന്നോട് ബന്ധം മുറിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ മൂന്നും ചൊല്ലി ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു അമീറുൽ മുഅ്മിനീൻ അബൂ സുബ്തൈൻ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു പ്രയാസപ്പെടുകയും കരയുകയും ചെയ്തിരുന്നത് എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തിയ പണ്ഡിതന്മാർ ഉണർത്തുകയാണ്. ഇതേപോലെ മഹത്തുക്കളുടെ ചരിത്രം പലതും കാണുവാൻ സാധിക്കും. ഖതീബ് ഉണർത്തിയതുപോലെ അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശാ ഖുലൂബഹും ലിദിക്രില്ലാഹ്, അല്ലാഹുവെ സ്മരിച്ചുകൊണ്ട് ഹൃദയങ്ങളെ പേടിപ്പിക്കുവാൻ വിശ്വാസികൾക്ക് സമയമായില്ലേ എന്നർത്ഥം വരുന്ന ആയത്ത് ഓതിയപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു കരഞ്ഞു പോയ ചരിത്രം തഫ്സീറുകളിൽ കാണുവാൻ സാധിക്കും. അഞ്ചാം ഖലീഫ എന്ന് മുസ്ലിം ലോകം വിശേഷിപ്പിച്ച ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രത്തിന്റെ ഭാഗങ്ങൾ നമ്മൾ കേൾക്കുകയുണ്ടായി. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഭാര്യ ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക് റഹിമഹുല്ലാഹ് പറയുകയാണ്, ഉമറിന്റെ രാത്രിയിലുള്ള നമസ്കാരവും ആ നമസ്കാരത്തിലുള്ള ഉമറിന്റെ കരച്ചിലും കണ്ടാൽ ഞങ്ങൾ പറയുമായിരുന്നു, നേരം പുലരുമ്പോൾ മുസ്ലിമീങ്ങൾക്ക് ഖലീഫ ഉണ്ടാവുകയില്ല. അങ്ങനെയായിരുന്നു ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി. ചില പണ്ഡിതന്മാർ പറയാറുണ്ട്, ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെയും ഇമാം ഹസനുൽ ബസരിയുടെയും ജീവിതം കണ്ടാൽ നരകം പടക്കപ്പെട്ടത് അവർ രണ്ടുപേർക്കും മാത്രമാണ് എന്ന് തോന്നിപ്പോകും. അങ്ങനെയായിരുന്നു അവരുടെ ഭയപ്പാടിന്റെ ജീവിതം എന്നുള്ളതാണ്. മുഹമ്മദ് ബിനുൽ മുൻകദിർ റഹ്മത്തുള്ളാഹി അലൈഹി അറിയപ്പെട്ട പണ്ഡിതനാണ്. ഇദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് അദ്ദേഹം പാരായണം ചെയ്യുകയുണ്ടായി. വബദാലഹും സയ്യിആതു മാ അമിലു വഹാഖ ബിഹിം മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ എന്ന ആയത്താണ് അദ്ദേഹം പാരായണം ചെയ്തത്. മുഹമ്മദ് ബിനുൽ മുൻകദിർ അദ്ദേഹം കരഞ്ഞുകൊണ്ടാണ് രാവ് ചെലവഴിക്കുന്നത്. എന്തിന് നിങ്ങൾ കരയുന്നു? നിങ്ങൾക്ക് ശരീരത്തിൽ വല്ല രോഗമോ വേദനയോ ആണോ എന്ന് വീട്ടുകാർ ചോദിക്കുമ്പോൾ അദ്ദേഹം പ്രതികരിക്കുന്നില്ല. അവസാനം അന്ന് നാളിൽ ജീവിച്ച അബൂ ഹാസിം എന്ന് പറയുന്ന പണ്ഡിതനെ വിളിച്ചു വരുത്തി വീട്ടുകാർ, എന്താണ് മുഹമ്മദ് ബിനുൽ മുൻകദിറിന്റെ അവസ്ഥ എന്ന് ചോദിച്ചു നോക്കൂ. അദ്ദേഹം കരയുന്നു, എന്തിനാണെന്ന് പറയുന്നില്ല. അങ്ങനെ അബൂ ഹാസിം റഹ്മത്തുള്ളാഹി അലൈഹി മുഹമ്മദ് ബിനുൽ മുൻകദിറിനോട് ചോദിക്കുകയാണ്, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? അപ്പോൾ അബൂ ഹാസിമിനോട് മാത്രമായി മുഹമ്മദ് ബിനുൽ മുൻകദിർ പറഞ്ഞ രഹസ്യം വിശുദ്ധ ഖുർആനിലെ ഈ ആയത്താണ്. വബദാലഹും സയ്യിആതു മാ അമിലു, തങ്ങൾ പ്രവർത്തിച്ചതിലെ തിന്മകൾ അവർക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. ആഖിറത്തിൽ മനുഷ്യന്മാർ ചെയ്തു കൂട്ടിയ തെറ്റുകുറ്റങ്ങൾ അവിടെ വെളിപ്പെടുന്ന രംഗം, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ആ വചനം അതാണ് എന്നെ കരയിപ്പിച്ചത് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് എന്നാണ്. ഇമാം ഫുദൈൽ ഇബ്നു ഉയാദിന്റെ മകൻ അലി എന്ന് പറയുന്ന ഒരു മഹാൻ ഉണ്ടായിരുന്നു. അലി ഇബ്നു ഫുദൈൽ ഇബ്നു ഉയാദ്. ഈ അലി ഇബ്നു ഫുദൈൽ ഇബ്നു ഉയാദിന്റെ ചരിത്രത്തിൽ അദ്ദേഹം വിശുദ്ധ ഖുർആനിലെ വലൗ തറാ ഇദ് വഖിഫു അലൻ നാരി ഫഖാലു യാ ലൈതനാ നുറദ്ദു വലാ നുകദ്ദിബ ബിആയാതി റബ്ബിനാ എന്ന ആയത്ത് ഓതുകയാണ്. വലൗ തറാ ഇദ് വഖിഫു അലൻ നാർ, അക്രമികൾ അവിശ്വാസികൾ നരകത്തിന്റെ വക്കത്ത് നിർത്തപ്പെടുന്ന രംഗം നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ, ഫഖാലു, അന്നേരം അക്രമികൾ അവിശ്വാസികൾ വിളിച്ചു പറയും, യാ ലൈതനാ നുറദ്, ഞങ്ങൾ ദുനിയാവിലേക്ക് മടക്കപ്പെട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ. വലാ നുകദ്ദിബ ബിആയാതി റബ്ബിനാ, ഞങ്ങളുടെ റബ്ബിന്റെ വചനങ്ങളെ ഞങ്ങളെ കളവാക്കിയില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ. വനകൂന മിനൽ മുഅ്മിനീൻ, ഞങ്ങൾ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ എന്നർത്ഥം വരുന്ന ആയത്താണ് അലി ഇബ്നുൽ ഫുദൈൽ ഓതുന്നത്. ആ വചനം ഓതിയതിൽ
അദ്ദേഹം ബോധരഹിതനായി വീണു എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. ഇതേപോലെ ഖുദൂഹു ഫഗുല്ലു സുമ്മൽ ജഹീമ സല്ലു എന്ന ആയത്തോതിയപ്പോഴും അദ്ദേഹത്തിന്റെ പേടിച്ചുള്ള അവസ്ഥകൾ ചരിത്ര ഗ്രന്ഥങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ എന്ന ആയത്ത് ഓതി റുക്കൂ ചെയ്ത് സുജൂദിൽ എത്തിയ അലി ഇബ്നുൽ ഫുദൈൽ അതിൽ മരണപ്പെട്ട ചരിത്രം അദ്ദേഹത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തിയ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണുവാൻ സാധിക്കും. ഇവിടെ സഹോദരന്മാരെ, നമ്മൾ ഈ ഒരു വിഷയത്തിന്റെ ചരിത്രത്തിലെ ഉദാഹരണങ്ങൾ എടുത്ത് ഉദ്ധരിച്ചാൽ ഇതുപോലെ ധാരാളം നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് നമ്മളെ അറിയിക്കുന്നതും ബോധ്യപ്പെടുത്തുന്നതും നമ്മുടെ സച്ചരിതരായ മുൻഗാമികളുടെ ഈ ഭൗതിക ലോകത്തെ ജീവിതം അതെങ്ങനെയെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. വിശുദ്ധ ഖുർആനിൽ വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജില, തങ്ങൾക്ക് നൽകപ്പെട്ടത് നൽകുന്നവർ ഹൃദയം പേടിച്ചുകൊണ്ട് എന്നർത്ഥം വരുന്ന വിശുദ്ധ ഖുർആനിലെ ആയത്തോതിയപ്പോൾ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിയോട് ചോദിക്കുകയാണ്, പ്രവാചകരെ, തങ്ങൾക്ക് നൽകപ്പെട്ടത് നൽകുന്നവർ ഹൃദയം പേടിച്ചുകൊണ്ട്, അവരുടെ പേടിക്ക് കാരണം അവർ വ്യഭിചരിക്കുകയും മോഷ്ടിക്കുകയും അതേപോലെ മദ്യപിക്കുകയും ഒക്കെ ചെയ്തത് കാരണത്താലാണോ എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷയെ വിളിക്കുകയാണ്, ലാ യാ ബിൻത സിദ്ദീഖ്, സിദ്ദീഖിന്റെ മകൾ ആയിഷ അല്ല, പിന്നെയോ നമസ്കരിക്കുകയും നോമ്പ് നോൽക്കുകയും ദാനധർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നവരാണ് ഇവർ. പക്ഷേ തങ്ങളിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ലേ എന്ന പേടിയിൽ കഴിയുന്നവരാണ് ഇവർ. അപ്പൊ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇത് അള്ളാഹു കബൂലാക്കുന്നോ എന്നതിൽ പൂർവികർ ഭയന്നിരുന്നു. അവരുടെ വിഷയത്തിലാണ് ആയത്തിറങ്ങിയത്. എന്താണ് ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നത്? നമ്മുടെ സച്ചരിതരായ നമ്മുടെ മഹത്തുക്കളായ മുൻഗാമികൾ അവർ ഈ ദുനിയാവിന്റെ പരപ്പിൽ ജീവിക്കുമ്പോൾ അവർക്ക് പേടിയുണ്ടായിരുന്നു. അള്ളാഹുവിനെ അവർ ഭയന്നിരുന്നു, അന്ത്യനാളിനെ അവർ ഭയന്നിരുന്നു, അന്ത്യനാളിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് അവർ ഭയന്നിരുന്നു. സൽപ്രവൃത്തികൾ ചെയ്യുമ്പോൾ അവർ പേടിച്ചിരുന്നു തങ്ങളിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ലേ എന്ന വിഷയത്തിൽ ആരും നിർഭയരായിരുന്നില്ല. ആരും തന്റെ വിഷയത്തിൽ ഞാൻ നൂറുമാണ് എന്ന് അഭിമാനിച്ചിരുന്നില്ല. ഞാൻ എത്ര ചെയ്തയാളാണ്, ഞാൻ എത്ര വലിയ ആളാണ് എന്ന ഒരു നടനം അത് നമ്മുടെ സച്ചരിതർക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ സഹോദരന്മാരെ, ഇത് നമ്മളെ നാം വിചാരണക്കെടുക്കുവാനുള്ള ഒരു വിഷയമാകേണ്ടതുണ്ട്. നമ്മളൊക്കെ എവിടെയാണ് ഈ വിഷയങ്ങളിൽ എന്നത് നമ്മൾ ആലോചിക്കുവാൻ ഇതൊരു വിഷയമാകേണ്ടതുണ്ട്. നമ്മൾ ഇങ്ങനെ നമ്മളെ വിചാരണ നടത്തണം. ഈ ഒരു പേടി എനിക്കുണ്ടോ? ഈ ഒരു ഭയപ്പാടിലാണോ ഞാൻ കഴിയുന്നത്? ഇങ്ങനത്തെ ഒരു അവസ്ഥയാണോ എനിക്കുള്ളത്? അങ്ങനെ നമ്മൾ നമ്മളെ ഒരു വിചാരണ നടത്തിയാൽ വരാനിരിക്കുന്ന വിചാരണ നമുക്ക് എളുപ്പമാകും. ഏറെ പ്രയാസങ്ങൾ മുന്നിൽ വരുന്നതായ ഒരു പരലോകവുമായി ബന്ധപ്പെട്ട് നമുക്കുള്ളത്, അവിടെ പ്രയാസരഹിതമായ ഒരു കടന്നുപോകൽ നമുക്കുണ്ടാകണമെങ്കിൽ നമ്മളെ വിചാരണ നടത്തി കുറവുകളെ നമ്മൾ പരിഹരിക്കണം. പുണ്യങ്ങളിൽ നമ്മൾ മുന്നേറണം. സൃഷ്ടജീവിതം നന്നായി സൂക്ഷ്മമായി തഖ്വയിൽ അധിഷ്ഠിതമായ രീതിയിൽ ആക്കുവാൻ നമ്മൾ പരിശ്രമിക്കുകയും വേണം. അതിനുള്ള ഒരു വസിയത്താണ് ഇന്ന് നമ്മൾ ഈ മിമ്പറിൽ ഒരു ഖുതുബയായി കേൾക്കുകയുണ്ടായത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ ഖൈറാത്തുകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ തൗഫീഖായി അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ചില സഹോദരങ്ങൾ, അവരുടെ ഉറ്റവർ, ബന്ധുക്കൾ മരണപ്പെട്ട വാർത്ത അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മരണപ്പെട്ടവർക്കെല്ലാം റബ്ബിന്റെ മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പൊറുക്കുമാറാവട്ടെ. അല്ലാഹു അവരെത്തിപ്പെടുന്ന ഖബറിടം അവന്റെ ഒരു സ്വർഗീയ ആരാമമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെ നഷ്ടപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു ഹൃദയ വിശാലത പ്രദാനം ചെയ്യുമാറാവട്ടെ. നഷ്ടപ്പെട്ടതിനേക്കാൾ ഉത്തമമായത് അല്ലാഹു അവർക്ക് കനിയുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്ന, ചികിത്സയിൽ കഴിയുന്ന ചിലരുടെ വിഷയത്തിലും നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല
അവർക്ക് ശിഫ നൽകുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ആഫിയത്തും അഫുവും അള്ളാഹു അവർക്കും നമുക്കും കനിയുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഐരാരോഗ്യം അള്ളാഹു അവർക്കും നമുക്കും ഏറ്റി നൽകുമാറാവട്ടെ. അവർക്കേറ്റ മുസീബത്തിൽ അള്ളാഹു അവർക്ക് പ്രതിഫലം നൽകുമാറാവട്ടെ. അവരുടെ വേദന അള്ളാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്ന് നീക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين ودمر أعداءك أعداء الدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.